ഹായ് നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിലാണ്. അപ്പോൾ ഇന്നൊരു ഓണമായിട്ട് ചെറിയൊരു ബിസിനസ് നടത്തി. എൻ്റെ ആഗ്രഹം വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെ കഴിപ്പിക്കണമെന്ന ആഗ്രഹം. പക്ഷേ ഇത് ഞങ്ങൾ ഈ കിടക്കുന്നത് ഞങ്ങളുടെ ഇവിടെ നാട്ടിലല്ല, വേറെ കർണാടക തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ്. മാർക്കറ്റിൽ നിന്ന് പർച്ചേസിങ് കൊണ്ട് വിറ്റാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഓണക്കച്ചവടം നടത്താൻ പോകുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ജോലി ഈ വണ്ടിയിലുള്ള സാധനം ഒരു കടയിൽ കൊണ്ട് ഏൽപ്പിക്കുക എന്നതായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ കടക്കാർ പറഞ്ഞു മുളക് മോശമാണ്. ഇപ്പോൾ ഉള്ളത് മുളകുണ്ട്, 2 ചാക്ക് മുളകുണ്ട്, 2 ചാക്ക് കുക്കമ്പറുണ്ട്. അപ്പോൾ അത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ കുറേ ഫോണിലൂടെ നടത്തി. അപ്പോൾ ഈ പച്ചക്കറി സപ്ലൈ ചെയ്യുന്ന പറഞ്ഞ് എടുക്കുന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും കേട്ടോടെ ഞങ്ങൾക്ക് സമയം പോകുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് തന്നേരെ, അതിൻ്റെ പൈസ ഞങ്ങൾ തന്നേക്കാം. അപ്പോൾ ഞങ്ങളൊരു ബിസിനസ് ഇറങ്ങിയിരിക്കുകയാണ്. ഈ ബിസിനസ്സിന് പ്രത്യേകതയുണ്ട്. ഞങ്ങൾ വില പറയത്തില്ല. ഈ മേടിക്കാൻ വരുന്ന ആൾക്കാർ വില പറയണം. അപ്പോൾ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, നോക്കി അവർക്ക് വേണ്ട. അപ്പോൾ സന്തോഷത്തോടെ അവർ പറഞ്ഞു വെച്ചു ഇനി ഞങ്ങൾ അപ്പോൾ ഇവിടെ കിടന്ന് കച്ചവടം ചെയ്തിട്ട് ചോദിച്ചു പറഞ്ഞു ആ പുറകിലുള്ള വീട്ടുകാരെയാണ് അനുവാദം ചോദിക്കണമെന്ന്. ഞാൻ ഈ പുറകിൽ കാണുന്ന വീടാണ്. അവരോട് ഇന്ന് അനുവാദം ചോദിച്ചു പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കച്ചവടം തുടങ്ങാൻ പോവാണ്. ഇനി കച്ചവടങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇതാണ് വണ്ടി. ഇത് ഞങ്ങൾ സാധനം കൊണ്ടുവയ്ക്കുന്നത്. നല്ലൊരു സ്ഥലമാണ്. 2 സ്ഥലത്തുനിന്നും വാഹനങ്ങൾ വരുന്നുണ്ട്. ഇത് ചായക്കടയാണ്. ഇത് നിർമാല്യം ഹോട്ടൽ കേട്ടോ. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടുള്ള ഹോട്ടലാണത്. അപ്പോൾ ഇവിടെ കയറി ഒരു ഭക്ഷണം കഴിച്ചു. അവർ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിമാങ്ങ അച്ചാർ തന്നു. അപ്പോൾ ഇതുവരെ നമ്മൾ എവിടെയും കയറി ഭക്ഷണം കഴിച്ച് കണ്ണിമാങ്ങ അച്ചാർ കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല 70 രൂപയുള്ളൂ ഊണിന് കേട്ടോ. അപ്പോൾ ഇത് വടക്കാഞ്ചേരിക്ക് പോകുന്ന റൂട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇനി ബിസിനസ് തുടങ്ങാൻ പോവാണ്. കുന്നംകുളം വടക്കാഞ്ചേരി. അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പോൾ നോക്കട്ടെ ഇതെങ്ങനെ വിൽക്കാൻ പറ്റും എന്ന്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ കച്ചവടത്തിന് സാധനങ്ങൾ വാങ്ങാൻ വന്നിരിക്കുന്നത് ഇവരാണ്. ഇവർ ദമ്പതികളാണ്. ഇദ്ദേഹം ഒരു BSFിലെ ഒരു ജവാനാണ്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന് സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നാടിനു വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. സഹോദരി, ആ ജവാന്റെ ഭാര്യ നാണകടം പാടില്ല തിരിച്ചിരിക്കുന്നത്. ലോകമുഖം കാണണ്ടേ. അപ്പോൾ എടുക്കാനും പണി ഞാൻ എടുത്തു കൊടുക്കാം കേട്ടോ. അത് മറക്കരുത് കേട്ടോ. താങ്കൾക്ക് ഇഷ്ടമുള്ള വിളിക്കാം. അപ്പോൾ ഇന്നത്തെ കച്ചവടം നടന്നിരിക്കുകയാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ കച്ചവടം ഇന്ന് വളരെ വിജയിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഓണക്കച്ചവടം എത്തിയിരിക്കുന്നത് ചേലക്കര കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. വണ്ടിയൊക്കെ ഒതുക്കാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിന്ന് മുളകും കുക്കമ്പറും. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കാണ് 2 കുട്ടികളെ കണ്ടത്. അവരിവിടെ ഉള്ളി വിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് കിറ്റ് അവർക്ക് നിറച്ച് കൊടുത്തു. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ വില പറഞ്ഞിരിക്കുന്നത് 50 രൂപ, മുളകിന് 30 രൂപ. അപ്പോൾ അവരുടെ കച്ചവടം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അവർ പഠിച്ചു വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ കാണുക, കച്ചവടം എങ്ങനെയെന്ന് കാണുക. ഓക്കെ. അപ്പോൾ അവരുടെ നാട്ടുകാരും കൂട്ടുകാരും വന്നിട്ടുണ്ട്. ഇവിടെ ബിസിനസ് നടത്തുന്നത് കണ്ടുകൊണ്ട്. അപ്പോൾ പാക്കറ്റ് ഇപ്പോൾ ഞങ്ങൾ കുറേ കൂടെ പാക്ക് ചെയ്യുന്നതായിരിക്കും. അത് ഇവർക്ക് കൊടുക്കും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പോൾ തിരക്കേടില്ലാത്ത ബിസിനസ്സാണ് നടക്കുന്നത്. അപ്പോൾ ആ യുവാവ് കൂടെ പറക്കുകയാണ് മുളക്. പനക്കൽ അസോസിയേറ്റ് ഓഫീസ് സ്റ്റേഷനറി
പുതുപാലം ചേലക്കര. എല്ലാ സ്റ്റേഷനറികളും ഇവിടെ കിട്ടുന്നതാണ്. കണ്ടോ, ബിസിനസ് കാറുകൾ നിർത്തി കാറിൽ കൊണ്ടു കൊടുക്കുകയാണ് പയ്യന്മാർ. ബിസിനസ് പുരോഗമിക്കുന്നു. അല്ല മുളക് 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 30 രൂപ. 2.5 കിലോ മുളക് മുളക് ഓണം സ്പെഷ്യൽ. ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ കുറേ കിറ്റൊക്കെ കൊടുത്തു. പിള്ളേരെ ഒരു ബിസിനസ് പഠിപ്പിക്കലായിരുന്നു, അല്ലാതെ എനിക്ക് കിറ്റ് വിൽക്കലല്ല. അവരൊരു ബിസിനസ് പഠിക്കണം. അപ്പം നാണമാണ് പറയാൻ. അപ്പം നാണം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി അടുത്തരം കാണിച്ചത്. ഇനി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, ഫുഡ് ലൈൻ എന്താ ഫുഡി ടാൻ റെസ്റ്റോറൻറ്റ് അല്ലേ? ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ചേലക്കര തോന്നൂർക്കര. വിഷ്ണു ആണോ അതിൻ്റെ ഓണർ? എത്ര നാളായി വിഷ്ണു? നമ്മള് തുടങ്ങിയിട്ട്